സഭാ മേലധ്യക്ഷന്മാർക്കെതിരെ സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന തികച്ചും അപലപനീയം. കപട മതേതരത്വം എന്ന രീതിയിൽ ആട്ടിൻതോലണിഞ്ഞ ഈ ചെന്നായ്ക്കളെ തിരിച്ചറിയുക. വോട്ട് വാങ്ങിയെറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണത്തിന് വേണ്ടി ഇവർ എന്തും വിളിച്ചു പറയുന്നു എന്നുള്ള സത്യം. അണയാൻ പോകുന്ന തിരിയുടെ ആളിക്കത്തലായി മന്ത്രി സജിയുടെ ജൽപ്പനങ്ങളെ നമ്മൾ കാണണം. നവോത്ഥാന കേരളം പൂർണ്ണമായി സാധ്യമാക്കുവാൻ പറ്റാത്ത ഇടതുപക്ഷം വടക്ക് തൊട്ട് തെക്കേയറ്റം വരെ മൃഷ്ടാന ഭോജനം അടിച്ച് യാത്ര ചെയ്തിട്ട് പാവപ്പെട്ടവന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അധികാരത്തിന് പണത്തിന് വേണ്ടി എന്ത് നെറുകേടുവാൻ കാണിക്കുവാൻ മടിയില്ലാത്ത നിങ്ങൾക്ക് ഞങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാരെ കുറ്റം പറയാനുള്ള യോഗ്യതയുണ്ടോ എന്ന് സ്വയം ചോദിക്കണം മന്ത്രി സജി. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കാത്തത് അവർ സംഘടിതരായ ഒരു സമുദായം ആയതുകൊണ്ട് തന്നെയാണ്. ഈ പാർട്ടി കഴിയാവുന്ന വിധത്തിലൊക്കെ ക്രൈസ്തവരെ തകർക്കുവാൻ ഇതിനു മുമ്പും ശ്രമിച്ചിട്ടുണ്ട്. അതിന് ചരിത്രം സാക്ഷിയാണ്. വിദ്യാർത്ഥി സമരങ്ങൾ ഏറ്റവും തീവ്രമായി ആക്രമിച്ചത് ക്രൈസ്തവ സ്ഥാപനങ്ങളെയാണ്. ഈ അടുത്ത കാലത്ത് വിദ്യാർത്ഥി ആത്മഹത്യ നടന്ന കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാപനത്തിലും എംഇ സ്ഥാപനത്തിലും ഈ പാർട്ടിയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് വിസ്മരിക്കാനാവില്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ പ്രവേശനം മുതൽ നിയമനങ്ങൾ വരെ വിദ്യാഭ്യാസ കച്ചവടക്കാർ എന്ന് ആരോപിച്ച് സ്ഥാപനങ്ങൾ തകർക്കുവാൻ നോക്കുമ്പോൾ മറ്റുള്ള സമുദായങ്ങൾ യഥേഷ്ടം പ്രവർത്തിക്കുന്നതിൽ ഇവർക്ക് ഒരു പരാതിയുമില്ല. ക്രൈസ്തവ പൗരോഹിത്യത്തെയും സന്യാസത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അവഹേളിച്ചത് ഈ പാർട്ടി തന്നെയാണല്ലോ. രാജ്യത്തിന്റെ ഭരണാധികാരി വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് മര്യാദയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രി വിളിച്ച സദസ്സിലും ബിഷപ്പ്മാർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നത് സജിച്ചായൻ മറന്നുപോയോ? അപ്പോഴൊന്നും ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായില്ലേ സജി? ക്രിസ്ത്യൻ സഭ മേലധ്യക്ഷന്മാർ ഏത് പരിപാടികളിൽ പങ്കെടുക്കണമെന്നതിന്റെ അവകാശം മന്ത്രിക്ക് എഴുതി തന്നിട്ടുണ്ടോ? ക്രൈസ്തവ സമൂഹം ആരുടെയും സ്ഥിരം വോട്ട് ബാങ്കല്ല എന്ന യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കണം സാംസ്കാരിക മന്ത്രി. മണിപ്പൂർ വിഷയം പറയേണ്ട വേദികളിൽ സഭാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് കുറച്ചു നാളുകളായി ഇവിടുത്തെ ഭരണാധികാരികൾ കാണിക്കുന്ന അവഗണനകളും ഗൂഢപദ്ധതികളും തുറന്നു പറയുവാനും അവിടെ നിന്നേ തയ്യാറാവാത്ത ഒരു വിഭാഗത്തെ അധിക്ഷേപിച്ച് മറ്റൊരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കുവാൻ നടത്തുന്ന ഇത്തരം ഹീനശ്രമങ്ങൾ ഇനിയും വച്ചുകുറിപ്പിക്കാനാവില്ല. പല മൗലവിമാരുടെയും പ്രസംഗങ്ങൾ കേട്ട് സൂയിക്കുന്ന അങ്ങേക്ക് ബിഷപ്പുമാരെ രണ്ട് ചീത്ത വിളിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ പല നേട്ടങ്ങളും ഉണ്ടാവും. മൈക്ക് കിട്ടി പ്രസംഗം തുടങ്ങിയാൽ ത്രില്ലടിച്ച് സ്ഥലകാലബോധം മറന്ന് ഭരണഘടനയെപ്പോലും അവഹേളിക്കുന്ന താങ്കളിൽ നിന്ന് KCBC പറഞ്ഞതുപോലെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അങ്ങും അങ്ങയുടെ പാർട്ടിയും ഇവിടെ കേരളത്തിൽ മണിപ്പൂർ റാലിയും പാലസ്തീൻ റാലിയും ഒക്കെ നടത്തുന്നത് അവിടെ കഷ്ടത അനുഭവിക്കുന്നവരോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നുള്ളത് ഉപ്പും ചോറും നിന്ന് ജീവിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാവും. ഈശ്വരവിശ്വാസത്തെ, ഈശ്വരവിശ്വാസികളെ, മതങ്ങളെ, മതപുരോഹിതരെ ഇത്രമാത്രം നിന്ദിച്ച വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഈ ലോകത്ത്? മതം മനുഷ്യരെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ് മനുഷ്യരെ ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിച്ചാണ് കമ്മ്യൂണിസം ഈ ലോകത്തിൽ വളരാൻ തുടങ്ങിയത്. മതങ്ങളെ, ഈശ്വരനെ, ഈശ്വരവിശ്വാസികളെ തള്ളിപ്പറഞ്ഞ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴല്ലേ നിലപാട് നിങ്ങൾ മാറ്റിയത്? തല മറന്ന് എണ്ണ തേക്കരുത് സജി ചെറിയാനെ. ക്രിസ്മസ് വിരുന്നിനിടെ മണിപ്പൂർ വിഷയത്തിൽ യാതൊരു ഉത്കണ്ഠയും രേഖപ്പെടുത്താതിരുന്ന ബിഷപ്പുമാർ അവസരത്തിനൊത്ത് ഉയർന്നില്ല എന്നാണ് മന്ത്രിയുടെ വേദന. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഇരുന്നതുപോലെ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ബിഷപ്പുമാർ എന്തുകൊണ്ട് പെരുമാറിയില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, സ്പീക്കറും മറ്റും ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോന്നതുപോലെ ബിഷപ്പുമാർ എന്തുകൊണ്ട് ഇറങ്ങിപ്പോന്നില്ല എന്നാണോ താങ്കൾ മനസ്സിലാക്കിയത്? ഇത്തരം കാര്യങ്ങളിൽ ക്രൈസ്തവർ CPM-നെ മാതൃകയാക്കണം എന്നാണോ അങ്ങയുടെ ഉദ്ദേശം? മണിപ്പൂർ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നാണോ, അതോ അത് ഇന്ത്യ മുഴുവൻ എങ്ങനെ വ്യാപിപ്പിക്കാം എന്നാണോ CPM ഉറ്റുനോക്കുന്നത് എന്നുകൂടി പറഞ്ഞാൽ കൃത്യമായേനെ. ചിലർ ഉണർന്നു വരുന്നത് ചിരവനാക്ക് സ്വപ്നം കണ്ടുകൊണ്ടാണോ എന്തോ.